എല്ലാവർക്കും വളരെ സന്തോഷകരവും പ്രത്യാശ നിർഭരവും സമാധാനം നിറഞ്ഞതും സമ്പൽ സമൃദ്ധി നിറഞ്ഞതും ഐശ്വര്യം നിറഞ്ഞതുമായ ഒരു പുതിയ വത്സരം ആശംസിക്കുന്നു. 2019 നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ. പുതിയ കാൽവയ്പ്പുകൾ നടത്തട്ടെ. പുതിയ പ്രത്യാശ ഉണ്ടാകട്ടെ. പുതിയ തുടക്കങ്ങളുണ്ടാകട്ടെ. പുതിയ മാറ്റങ്ങളുണ്ടാകട്ടെ. പുതിയ ജീവിതം, നല്ലൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിവിടെ നൽകുന്ന വിവരങ്ങളും സന്ദേശങ്ങളും വളരെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകൾക്ക് പ്രയോജനപ്പെടുന്നതിനും അവരെ അറിയിക്കുന്നതിനുമാണ് പ്രധാനമായ ഉദ്ദേശം വച്ചിരിക്കുന്നത്. എന്നാൽ വളരെ ആഴമായി ഇതിനെ പഠിക്കുന്ന പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെയുള്ള നല്ല മനുഷ്യർ, ക്രിയാത്മകമായി നല്ല കാഴ്ചപ്പാടുള്ള ആളുകളെ, അവരുടെ ആ കാഴ്ചപ്പാടും നല്ല ചിന്താഗതികളും ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം പലരും ഇത് കേൾക്കുമ്പോൾ ഓർക്കും, ഇത് പറഞ്ഞത് കേട്ടാൽ എല്ലാം അങ്ങോട്ട് മാറിയെന്ന് തോന്നുന്നു, എന്നിട്ട് ഞാൻ ചെന്നിട്ട് ഇങ്ങനെ ഒന്നും നടക്കുന്നില്ലല്ലോ, അല്ലെ ഇത് ശരിയായില്ലല്ലോ. എല്ലാം മാറിയെന്നല്ലേ പറയുന്നത്. നമ്മളുടെ നിങ്ങൾക്കറിയാവുന്ന പോലെ എനിക്കും അറിയാം ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ. നമ്മുടെ നാട്ടിലും രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ നിലനിന്ന് വന്നിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാം. അതിനകത്ത് നിയമപരമായ ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് അതിൽ നിന്നെല്ലാം നിയമപരമായ കുരുക്കുകളാണ് ഒന്നൊന്നായി അഴിക്കാനായിട്ട് ഭരണാധികാരികൾ ഈ കാലങ്ങളിൽ ഗൗരവമായിട്ട് അതിനെ എടുത്തിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് പറയുന്നത്. എല്ലാം മാറിക്കഴിഞ്ഞിട്ടില്ല, പക്ഷേ പല നല്ല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ടെന്നുള്ള നമ്മുടെ നാട്ടിന് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏതാനും വർഷങ്ങളായിട്ട് രാജ്യത്തും ഈ സംസ്ഥാനത്തും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മറ്റ് അന്താരാഷ്ട്ര രാജ്യങ്ങളെപ്പോലെ, മറ്റ് വികസിത രാജ്യങ്ങളെപ്പോലെ നമുക്കും ഉയരണം, നമുക്ക് മുന്നേറണം. അതിനുവേണ്ടി എല്ലാ നൂലാമാലകളും മാറ്റി അത് നമ്മൾ നല്ല നിലയിലേക്ക് ഉയർന്നു വരണമെന്നുള്ള ചിന്ത അതിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു റാങ്കിങ്ങിൽ, വേൾഡ് ബാങ്ക് റാങ്കിങ്ങിൽ മുൻനിരയിലേക്ക് ഇന്ത്യയും എത്തണം, നമ്മുടെ സംസ്ഥാനവും എത്തണം എന്നുള്ള ലക്ഷ്യത്തിൽ ഉള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, നമുക്ക് ഒരു ചെറിയ മാറ്റം പോലും നമുക്ക് ആശ്വാസം നൽകുന്നതും പ്രയോജനപ്പെടുന്നതുമാണ്. ഇപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ ഒരു രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ നിയമം MSME ആക്ട് പ്രകാരമാണ് ഒരു രാജ്യം മുഴുവൻ നിലനിൽക്കുന്ന ഒരു നിയമമാണത്. അപ്പോൾ MSME രജിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം ഏതാനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പെർമനൻ്റ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ അപേക്ഷ കൊടുത്ത് പരിശോധനകൾ നടത്തി ഏകദേശം 1-2 മാസമൊക്കെ എടുത്തായിരുന്നു ഈ പെർമനൻ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ ലഘൂകരിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ഒരു മാറ്റം ഞാൻ പറയാം. നിങ്ങളൊരു സംരംഭം തുടങ്ങി നിങ്ങൾക്ക് വീട്ടിൽ കമ്പ്യൂട്ടറോ അല്ലെ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് 10 മിനിറ്റ് കൊണ്ട് വ്യവസായ രജിസ്ട്രേഷൻ എടുക്കാം. അത് അത്രയും മാറ്റം ആ രംഗത്ത് വന്നു. അത് മോശപ്പെട്ട കാര്യമാണോ? എല്ലാ രംഗത്തും ഇതുപോലെ, പല രംഗത്തും ഇതുപോലെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. എന്നാൽ ഈ പറയുന്നത് പോലെ ആളുകൾ പുറകിൽ നിന്ന് ഇതിനെ പുറകോട്ട് പിടിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്.
നല്ല ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്നവരെ പുറകുനിന്ന് വലിക്കുന്ന ഒരു ഭാഗം ഉണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും കുറച്ച് താമസങ്ങളും ഒക്കെ ഇത് പുതിയ പദ്ധതികൾ നിറവേറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ പിടിവലിയൊക്കെ ഉണ്ടാകാം. പക്ഷേ പല നല്ല തുടക്കങ്ങളും കുറിച്ച് കഴിഞ്ഞു. അപ്പം അതുപോലെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചില അഡീഷണൽ കണക്ഷൻസ് എടുക്കാനായിട്ട് ചെന്നപ്പോൾ ആ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഞാൻ തന്നെ ഒരു സാക്ഷ്യപത്രം കൊടുത്തു. ഇത്രയേറെ പോയിൻറ്റ്സ് ഉണ്ട്, ഇത്രയും കണക്റ്റഡ് ലോഡാണെന്ന്. ആ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കണക്റ്റഡ് ലോഡ് കുറച്ച് ഫീസ് കൂടെ അടച്ചുകൊണ്ട് എൻ്റെ കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിച്ചു തന്നു. അതൊക്കെ വലിയ ഒരു നല്ല ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതുപോലെ പുതിയ ഈ പറഞ്ഞ നിയമപ്രകാരം ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടുന്നതിന് കേവലം 2 രേഖ മാത്രം മതി. അപ്പം അങ്ങനെ പല പല പ്രയോജനകരമായ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ നാനോ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് വീട്ടിൽ തുടങ്ങാം, അതിന് കറണ്ട് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിക്കാമെന്ന് ഒരു വ്യവസായ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. അതൊക്കെ നമുക്ക് ആശ്വാസകരമാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല മാറ്റങ്ങൾ തുടക്കം കുറിച്ചു. അത് നമുക്കതുകൊണ്ട് പ്രത്യാശ നൽകുന്ന പോലെ സിംഗിൾ വിൻഡോയിലൂടെ ഒരു ഓൺലൈൻ അപേക്ഷ കൊടുത്താൽ എല്ലാ അനുമതിയും കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയോജനകരമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ നാനോ ഹൗസ് ഹോൾഡ് പദ്ധതി പ്രകാരം ഒരു പ്രത്യേക ഒരു കൺസെഷൻ തന്നിരിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും സാരമില്ലെന്ന് പറഞ്ഞ്, പഞ്ചായത്ത് ലൈസൻസ് ഇല്ലെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞ ഒരു നമുക്ക് വീട്ടിൽ എന്തെങ്കിലും അവർ തന്നെ ഉണ്ടാക്കുന്നതിന് ഒരു ഇളവ് തന്നിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആദ്യമായിട്ട് തുടങ്ങുന്നവരായ ഇളവ് പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യാം. ആ കാറ്റഗറി വരുന്ന ആളുകൾ. എന്നാൽ കുറച്ച് വലിയ തോതിലൊക്കെ വരുന്ന വ്യവസായമായി വികസിപ്പിച്ച് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ലൈസൻസുകളും അനുമതികളും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് അത് ചെയ്യേണ്ടത് ഇപ്പോൾ പുതിയതായി വരുന്ന ഓൺലൈൻ അപേക്ഷ പ്രകാരം ഒരൊറ്റ അപേക്ഷ കൊടുക്കുക, ആവശ്യമായ രേഖകൾ കൊടുക്കുക. എന്തൊക്കെയാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി വേണം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് രേഖ വേണം എന്നൊക്കെ ആ സൈറ്റിൽ നിന്ന് കിട്ടും. എത്ര രൂപ ഫീസ് അടയ്ക്കണം, അത് ഓൺലൈനായിട്ട് അടയ്ക്കുക. അങ്ങനെ അടച്ചു കഴിയുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന 30-ാം ദിവസം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 വർഷത്തേക്കുള്ള ലൈസൻസാണ്. അങ്ങനെ ഒരു ലൈസൻസ് സംഘടിപ്പിച്ച് വച്ചിരുന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിയായിരിക്കും, അത് ഏറ്റവും നല്ല കാര്യമാണ്. അതുകൊണ്ട് വ്യവസായത്തിനെ സംബന്ധിച്ച കാര്യമായി പറയുന്നത്, അല്ലാതെ കൃഷിയോ കോഴി വളർത്തലിൻ്റെ കാര്യങ്ങളൊന്നുമല്ല, വ്യവസായ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നവരുടെ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ നല്ലൊരു ബുദ്ധി ഉപദേശിക്കുകയാണ്. ചെറിയ വീട്ടിൽ എന്തെങ്കിലും ചെറിയ പലഹാരമോ ചെറിയ കാര്യങ്ങളോ ചെറിയ യൂണിറ്റോ ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ ആ സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തനം ആരംഭിക്കാം. പിന്നെ അവർ 5 HP മുകളിലോ മോട്ടോർ യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് 5 ലക്ഷത്തിൽ കൂടുമ്പോഴോ അവർ മറ്റ് അനുമതികളെ പഞ്ചായത്ത് ലൈസൻസുകൾ എടുത്താൽ മതിയാകും. എന്നാൽ അല്ലാതെ കുറച്ചുകൂടി വിപുലമായിട്ട് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഒരു കെട്ടിടമോ ഒരു മുറിയോ ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ അനുമതിയും ഉള്ളത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പുതിയ ഏകജാലക സംവിധാനത്തിലൂടെ ഓൺലൈൻ അപേക്ഷ നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. മാത്രമല്ല എല്ലാ താലൂക്ക് വ്യവസായ ഓഫീസിലും അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാനായിട്ട് വേണ്ട കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും താലൂക്ക് വ്യവസായ ഓഫീസുകളിലുണ്ട്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ അപേക്ഷ ഏകജാലകത്തിന് കൊടുക്കണമെങ്കിൽ ആ താലൂക്ക് വ്യവസായ ഓഫീസിൽ ചെന്നാൽ മതി. പക്ഷെ ഒന്ന് ഓർക്കണം, ആ സൈറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ജനുവരി 1 തുടങ്ങുമെന്നാണ് അറിയുന്നത്. പക്ഷെ ആദ്യമായതുകൊണ്ട് അതിൻ്റേതായ ചില താമസങ്ങളൊക്കെ വന്നെന്നിരിക്കാം. ആദ്യമായിട്ടൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റേതായ താമസങ്ങൾ. എന്നാൽ അത് ഉടനെ തന്നെ വരും. വന്നു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ അപേക്ഷ കൊടുത്ത് ആ രീതിയിൽ
സർട്ടിഫിക്കറ്റ് 5 വർഷത്തേക്കുള്ള ലൈസൻസ് കരസ്ഥമാക്കി വെക്കുക. അതായിരിക്കും ഏറ്റവും ബുദ്ധി. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹത്തിൻ്റെയും പുതിയ ചുവടുകൾ വയ്ക്കുന്നതിനെയും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെയും പുതിയ തുടക്കങ്ങൾ കുറിക്കുന്നതിൻ്റെയും പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുന്നതിൻ്റെയും ഒക്കെ ഒരു വർഷമാകട്ടെ. അതിൻ്റെ ഒരു നന്ദിയാണ് ഈ വീഡിയോകൾ കാണുവാനും നല്ല ചില ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അങ്കുരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ചില നല്ല ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ആ ചിന്തകൾ മുന്നോട്ട് താലോലിച്ച് വളർത്തുക. ആ സ്വപ്നങ്ങൾ നിങ്ങൾ താലോലിക്കുക. അതനുസരിച്ച് പ്രവർത്തിച്ച് തുടങ്ങുക. നിങ്ങൾക്ക് നല്ല തുടക്കങ്ങൾ കുറിക്കാൻ, നല്ല ചില കാൽവയ്പ്പുകൾ നടത്താനും പുതിയ വർഷം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് തുടർന്നും കൂടുതൽ പ്രയോജനകരമായ ഇങ്ങനെയുള്ള ഈ ചാനലിലൂടെ വരുന്ന വീഡിയോകൾ കാണുക. ഈ ചാനലിന് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.